ഹായ് ഹലോ പൂമറ്റൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് അടീനിയത്തിൻ്റെ ഇലകളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഒരുപാട് ഇലകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബുഷി പോട്ടായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പുതിയ പുതിയ ഇലകൾ പെട്ടെന്ന് വരാൻ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ ലീവ്സാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. 2-3-4 ആൾക്കാർ ചോദിച്ചു. അപ്പോൾ നമുക്ക് ആ ഇലകളിൽ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയിൽ വേഗം വരാൻ എന്ത് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ, ഒരു കുഞ്ഞു വീഡിയോ ആണ്, വീഡിയോയുടെ അവസാനം വരെ കണ്ട എല്ലാ കാര്യവും മനസ്സിലാവുക. ആദ്യമായിട്ട് ചാനൽ കാണുകയാണോ? നമ്മുടെ ചാനലിൻ്റെ പേര് പൂമുറ്റൻ ചാനൽ എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് പിന്നെയും നമ്മുടെ ചാനൽ കാണണം തോന്നുകയാണെങ്കിൽ പൂമുറ്റൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പൂമുറ്റൻ എന്നുള്ള പേരിൽ നമ്മളെ ചാനൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സന്തോഷമാണ് കേട്ടോ പറയാനുള്ളത്. താങ്ക് യു. ഒരു മാസമായിട്ടുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2000 സബ്സ്ക്രൈബേഴ്സിന് അടുത്തെത്തിയിരിക്കുന്നു. ഒരു മാസം കൊണ്ടൊക്കെ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നതാണ്. ചെടികൾ ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ കെയറിങ് പ്രത്യേകിച്ചും ഞാൻ നഴ്സറിയിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ബെസ്റ്റായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്കും കേൾക്കുമ്പോൾ അത് കൺവിൻസിങ് ആയി തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വന്നേ. താങ്ക് യു കേട്ടോ. 1000 നന്ദിയുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് പിന്നെയും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക. ബെല്ലൂടി ക്ലിക്ക് ചെയ്താൽ വേഗം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് വരിക കയ്യിലേക്ക്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇലകളുടെ പച്ചപ്പ്, വേഗം പുതിയ ഇലകൾ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. 2-3 ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ചോദിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്. ഞാനപ്പോൾ ഇലകൾ കൂടുതൽ വരാനും നല്ല പച്ചപ്പിനും വേണ്ടി വളങ്ങൾ ചെയ്യണം. വളങ്ങൾ ചെയ്താൽ മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടി നട്ട് വെച്ച് പിന്നെ അത് വെള്ളം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ലീവ്സ് പുതിയത് വേഗം വരത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വളങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഓർഗാനിക് വളങ്ങൾ ചെയ്യുക, വേണമെങ്കിൽ കെമിക്കൽ വളങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഓർഗാനിക് വളമാണ്, പ്രത്യേകിച്ച് ഇലച്ചെടികൾക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ റോസിൻ്റെ വീഡിയോയിലൊക്കെ പക്ക കെമിക്കൽ വളമാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ആണ്, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എന്താ വെച്ചാൽ പൂക്കളുള്ള ചെടികൾക്ക് 1 പൂവോ 2 പൂവോ പോലെ നമ്മൾ പോട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയണം, എത്ര പൂവ്, ഇതെങ്ങനെയാണ് ഇതെന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇലച്ചെടികളുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇലകൾ കൂടുതൽ വരണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഓർഗാനിക് വളങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഇലകൾ വരാൻ ചാണകപ്പൊടി ബെസ്റ്റ് ചോയ്സാണ് കേട്ടല്ലോ. അതിൽ എന്ന് വെച്ചാൽ ഇലകൾ കൂടുതൽ വരണമെങ്കിൽ നൈട്രജൻ കണ്ടൻ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ ഇലകൾ കൂടുതൽ വരാനുള്ള നൈട്രജൻ കണ്ടൻറ്റ് ചാണകപ്പൊടിയിൽ നിറയെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാണകപ്പൊടി ബെസ്റ്റ് ചോയ്സാണ്. അടുത്തതായിട്ട് കമ്പോസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കരിയില കമ്പോസ്റ്റോ സാധാ വേർമി കമ്പോസ്റ്റോ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഇലകൾ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ വരും. അതിലൊരു സംശയവും. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം ഒന്ന് എപ്സം സോൾട്ടാണ്. അത് നമുക്ക് പുറത്തുനിന്ന് എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും, വലിയ വിലയൊന്നുമില്ല. ഇനി എപ്സം സോൾട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നമ്മൾ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്സം സോൾട്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഈ സീമക്കൊന്ന എന്ന് പറയും. പല സ്ഥലത്ത് അതിന് പലതാണ് പറയുന്നത്. ചീമക്കൊന്ന പറയുന്നൊരു, എല്ലാ ഏരിയയിലും എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഇലകൾ വെള്ളത്തിലിട്ട് വെച്ച്, ഇപ്പോൾ ശീമക്കൊന്നയൊക്കെ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരാഴ്ച വെള്ളത്തിലിട്ട് വെക്കുക, ഒരു 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും നിറയെ പുതിയ ലീവ്സ് വരും. കാരണം നൈട്രജൻ കണ്ടൻ്റാണ് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് ലീവ്സ് വരികയും നന്നായിട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലുപൊടി ഇലകളുടെ വളർച്ചയ്ക്കല്ല, ചെടി ഒന്ന് വേരും കൂടി സ്ട്രോങ് ആവുമ്പോഴാണല്ലോ ഇലകൾ കൂടുതൽ വരുന്നത്. അപ്പം എല്ലുപൊടിയിൽ വേരുകൾ സ്ട്രോങ് ആവാനുള്ള ഫോസ്ഫറസ് കണ്ടന്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റൂട്ട് ഹെൽത്ത് വരികയും റൂട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും പുതിയ നാമ്പുകൾ വരികയും പുതിയ ഇലകൾ വരികയും പുതിയ ഷൂട്ട്സ് വരികയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി കെമിക്കൽ വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. കെമിക്കൽ വളങ്ങൾ നമുക്ക് NPK ആണ് നിങ്ങൾ. പിന്നെ ഒരുപാട് ചെടികളുള്ള ആൾക്കാർക്ക് ഈ NPK നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ റോസിനും അഡീനിയത്തിനും ഒക്കെ വാങ്ങി വെച്ചവരാണെങ്കിൽ
ആ ചെടികൾക്ക് കൊടുക്കുന്ന അത്ര തന്നെ കണ്ടൻ്റ് അളവ് നമ്മുടെ ഇലച്ചെടികൾക്ക് ആവശ്യമില്ല. ഒരു ചെറിയ സ്പൂൺ NPK 1 ലിറ്റർ വെള്ളം, അതും 19 ഒന്നും വേണം നിർബന്ധം പോലും ഇല്ല. 18 ആയാലും മതി നമ്മുടെ ഇലച്ചെടികൾക്ക് വളരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 സ്പൂണിന് 1 ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ ഒരു അളവ്. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചൂസ് ചെയ്യാവുള്ളൂ. ഉച്ചയ്ക്കും വെയിലുള്ള സമയത്തൊന്നും കൊടുക്കരുത്. പിന്നെ നടുക്കുള്ള തണ്ടിൽ തട്ടാതെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. 18 ധാരാളമാണ് ഇലച്ചെടികൾക്ക്. ഈ 19 18 നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ മഴക്കാലത്ത് ഇത് അത്ര തന്നെ എഫക്റ്റ് അല്ല, കാരണം ഇത് വെള്ളത്തിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുക്കരുത്. അതും 1 ലിറ്റർ ഏകദേശം 5 ചെടികൾക്ക് നമുക്ക് ഒഴിക്കാനുണ്ടാവും. അപ്പോൾ മഴക്കാലത്ത് 100% എഫക്റ്റ് അല്ല, എന്നിരുന്നാലും കൊടുക്കാവുന്നതാണ്. പിന്നെ ഇലകളുടെ ഭംഗിക്ക് എപ്പോഴും പെസ്റ്റ് കൺട്രോൾ അടിച്ചു കൊടുക്കണം. നമ്മുടെ മീലി ബഗ്സ്, ആഫിഡ്, സ്പൈഡർ പോലുള്ള കാര്യങ്ങൾ ചെടികൾക്ക് ബുദ്ധിമുട്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് കൃത്യമായി പെസ്റ്റ് കൺട്രോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഫംഗസ്. ഇലകൾ സ്ട്രോങ് ആയിരിക്കാനും ചെടി സ്ട്രോങ് ആയിരിക്കാനും റൂട്ട് ഹെൽത്തിനും കൃത്യമായ ഫംഗിസൈഡ്, സാഫ് പോലെയുള്ള കാര്യങ്ങൾ നല്ല കുളിർക്കെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ചെടി പ്രൊട്ടക്റ്റ് ആയിരിക്കുന്നത്. അപ്പം മാസത്തിൽ 1 വട്ടം സാഫും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇലകളുടെ ആരോഗ്യം 100% പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ റൂട്ട്സ് കൂടുതൽ വരാൻ നമുക്ക് പോട്ടി മിക്സിനെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ലൊരു പോട്ടി മിക്സാണ് ചെടിയുടെ ബേസ്. അപ്പോൾ അഗ്ലോണിമ മാത്രമല്ല, നമ്മുടെ ഏത് ചെടിയാണെങ്കിലും ചെടിയുടെ ബേസ് പോട്ടി മിക്സാണ്. അപ്പോൾ ലൂസായിട്ടുള്ള നല്ല വേരുകൾ സ്ട്രോങ് ആയിട്ട് വേരുകൾ വ്യാപിച്ച് വളരാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് എടുക്കണം. കട്ട പിടിക്കാത്ത ഒരു പോട്ടി മിക്സാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇതെനിക്കൊരു നഴ്സറിക്കാർ സജസ്റ്റ് ചെയ്ത് തന്ന പോട്ടി മിക്സാണ്. അത് ഞാൻ ഫോളോ ചെയ്തു. എനിക്കത് ഫലപ്രദമാണ്. ഒരുപാട് ഷൂട്ട്സ് വേഗത്തിൽ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങളുടെ കയ്യിൽ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ മണലുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ്. മണൽ 1-2 പിടി എടുക്കാവുന്നതാണ്. പക്ഷെ ബേസ് എപ്പോഴും മണ്ണാണ്. ഇപ്പോൾ ചകിരിച്ചോറിൽ നട്ടാലും ഉമിയിൽ നടാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തെന്ന് വെച്ചാൽ അതൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂട്ട് റോട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ബേസ് എപ്പോഴും മണ്ണാണ്. മണൽ കുറച്ചിടാം. പിന്നെ ഉമി 1-2 പിടി ഒരു പോട്ടിലേക്ക് വളരെ ഫലപ്രദമാണ്. കാരണം ഉമി ഇടുമ്പം എയർ പോക്കറ്റ്സ് വരും ഈ മണ്ണിൽ. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നന്നായി ശ്വസിക്കാനും വ്യാപിച്ച് വളരാനും കഴിയും. 1-2 വർഷം കഴിയുമ്പോൾ ഈ ഉമി നല്ലൊരു ഓർഗാനിക് വളമായി ഇലകൾ നല്ല പച്ചപ്പിന് വളരെ ഫലപ്രദമാണ്. അപ്പോൾ അഗ്ലോണിമയുടെ പോട്ടിൽ ഇടാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു കാര്യം ഉമിയാണ്. അത് മണ്ണ് ലൂസാവാനും 2 കൊല്ലം കഴിഞ്ഞ് തട്ടുമ്പോൾ പൊടിയായിട്ട് മണ്ണ് വീഴാനും ഫലപ്രദമാണ്. 2 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഓർഗാനിക് വളമായിട്ട് മാറുകയും ചെയ്യും. ഒരു 1-1.5 കൊല്ലത്തേക്ക് പെർഫെക്റ്റ് പൊട്ടി മിക്സ് ആയിട്ട് തന്നെ നിൽക്കും. 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഉമി ഉപയോഗിച്ചിട്ടുള്ള പൊട്ടി മിക്സ് ഫലപ്രദമാണ് കേട്ടോ. ഇലകൾ പുതിയത് 2-3 കൊല്ലത്തേക്ക് മാറ്റിയില്ലെങ്കിലും ഇത് നല്ല രീതിയിൽ ഓർഗാനിക് വളമായി മാറി ഇലകൾ പച്ചപ്പിന് വളരെ എഫക്റ്റീവാണ്. അതുമാത്രമല്ല ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇടാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് പിടിച്ചു വെക്കാനൊക്കെ അത് വളരെ ഫലപ്രദമാണ്. ചെടിയുടെ ഇലകൾ എപ്പോഴും പച്ചപ്പിൽ നിൽക്കാനും ഹെൽത്തി ആയിരിക്കാനും ചകിരിച്ചോറ് ഫലപ്രദമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഓർഗാനിക് വളവും കുറച്ച് എല്ലുപൊടിയും. ഓർഗാനിക് വളം ഞാൻ പറഞ്ഞില്ല, ഇലകളുടെ പച്ചപ്പിനാണ്. എല്ലുപൊടി വേരുകളുടെ വളർച്ചയ്ക്കാണ്. പിന്നെ ചെടി നട്ട ഉടനെ മണ്ണൊന്ന് പ്രൊട്ടക്റ്റ് ആയിരിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഫലപ്രദമാണ്. ചില ആൾക്കാർ സാഫ് ഉപയോഗിക്കട്ടെ ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്. ഫംഗസിന് എന്തെങ്കിലും പ്രശ്നം മണ്ണിലുണ്ടെങ്കിൽ സാഫ് ഫലപ്രദമാണ്. പക്ഷേ സാഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഒരു നുള്ളി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോട്ടി മിക്സിൽ നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ ചെടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരുകൾ വ്യാപിക്കുകയും നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇലകളുടെ പച്ചപ്പും ഇല അടിപൊളിയായിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. ഞാൻ പറഞ്ഞ വളങ്ങൾ ഉപയോഗിക്കുക. ഞാൻ പറയുന്ന പോലെ നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണ് ബേസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്